കഥ അച്ഛൻ. കഥാകൃത്ത് ബെന്യാമിൻ. ഇടവഴി വളവ് തിരിഞ്ഞപ്പോഴേ ശ്രദ്ധിച്ചു. ആരോ മുറ്റത്ത് ലൈറ്റിട്ടിരിക്കുന്നു. അയലത്തെ കുട്ടികൾ ആരെങ്കിലും ആയിരിക്കണം. അത്രയും ആശ്വാസം. പുറത്ത് സ്വിച്ച് ഉള്ളത് നന്നായി. ഇല്ലെങ്കിൽ തനിക്ക് കനത്ത ഇരുട്ടിലേക്കായിരിക്കും ചെന്ന് കയറേണ്ടിയിരുന്നത്. ഒരുപക്ഷെ മകളോ മറ്റോ കുട്ടികളെയും കൂട്ടി. അയാൾ ആശിച്ചു. വരാൻ സാധ്യതയില്ല. വന്നിരുന്നെങ്കിൽ കടയിൽ തൻ്റെ അടുത്ത് വന്ന് താക്കോൽ വാങ്ങുമായിരുന്നല്ലോ. ഇനി കഴിഞ്ഞ തവണ വന്നപ്പോൾ വീട്ടിൽ കിടന്നിരുന്ന താക്കോൽ എടുത്തുകൊണ്ട് പോയെങ്കിലോ? സാധ്യതയുടെ എല്ലാ വശങ്ങളെപ്പറ്റിയും അയാൾ വെറുതെ മോഹിച്ചുപോയി. നേരം അത്രയൊന്നും ഇരുട്ടിയിരുന്നില്ല. എന്നിട്ടും ഇടവഴിയിലാകെ ഇരുട്ട് തിങ്ങിക്കൂടി നിൽക്കുന്നു. പണ്ടായിരുന്നെങ്കിൽ ആ തിണ്ണയ്ക്ക് ഒരു നിലവിളക്ക് കത്തി നിൽക്കുമായിരുന്നു. അടഞ്ഞ വാതിലിന് പിന്നിൽ തൻ്റെ വരവും കാത്ത് സ്നേഹമൂറുന്ന രണ്ട് കണ്ണുകളും. പടിക്കെട്ടുകൾ കയറുമ്പോൾ കാലിടറുന്നതായി അയാൾക്ക് തോന്നി. കാൽമുട്ടിൽ അസഹ്യമായ വേദന. വാദമായിരിക്കണം. മുക്കൂട്ട് ചൂടാക്കി പുരട്ടിയാൽ അല്പം ആശ്വാസം കിട്ടിയേക്കും. താങ്ങിന് കയ്യിലൊരു വടി കരുതേണ്ട പ്രായമായിരിക്കുന്നു. പക്ഷേ ആ കുറവ് പഴയ വളഞ്ഞു പിടിയുള്ള കാലം കൂടെ നികത്തുന്നു. ചാരി ഇരുമ്പുകേറ്റ് തുറന്നപ്പോൾ അതിൻ്റെ തുരുമ്പിച്ച ശബ്ദം രാത്രിയുടെ ആ ഏകാന്തതയിൽ ഒരു നിലവിളിയായി അയാൾക്ക് തോന്നി. പേടിച്ചിട്ടെന്നോണം ചീവീടുകൾ ഒരു നിമിഷം കരച്ചിൽ നിർത്തി. പിന്നെ പതിവ് രോദനം തുടർന്നു. മുറ്റത്തെ ചരലിലൂടെ നടക്കുമ്പോൾ കണ്ടു ആരോ മുറ്റമടിച്ചിരിക്കുന്നു. വല്ലപ്പോഴും വരുന്ന വൃദ്ധയായിരിക്കണം. ആളനക്കം കേട്ട് ആരെങ്കിലും ഇപ്പോൾ വാതിൽ തുറന്നിരുന്നെങ്കിലെന്ന് അയാൾ ശരിക്കും ആശിച്ചുപോയി. കനത്ത നിശബ്ദതയിലേക്ക് അയാൾ വാതിൽ തുറന്നു. എടിയേ, ഞാൻ വന്നു എന്ന് വിളിച്ചു പറയാൻ തോന്നി. ഞാൻ വരുന്നു, കുളിക്കാൻ വെള്ളം ചൂടാക്കുക എന്നൊരു മറുപടി ഉള്ളിൽ നിന്ന് അലയടിച്ചെത്തിയതുപോലെ. ഇല്ല, പതിവായിരുന്ന ആ ശബ്ദത്തിൻ്റെ മാറ്റുലികൾ എന്നേക്കുമായി നിലച്ചു പോയിരിക്കുന്നല്ലോ. ഉള്ളിലെ ലൈറ്റ് തെളിച്ച് അകത്ത് കടന്നപ്പോൾ അയാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞില്ലെന്നോണം ഒരു എട്ടുകാലി ഭിത്തിയിലൂടെ ഓടി ഏതോ മൂലയിൽ ഉറച്ചു. ഇപ്പോൾ അവൾ ഉണ്ടായിരുന്നെങ്കിൽ അടുക്കളപ്പണിക്കിടയിൽ കയ്യിലെ വെള്ളം തൊളിത്തുമ്പിൽ തുടച്ച് ഓടി വന്ന് ഓരോന്നും ഏറ്റുവാങ്ങുമായിരുന്നു. വെള്ളം ചൂടായി എടുത്തു വയ്ക്കട്ടെ എന്ന സ്നേഹസ്വരവും. രാത്രി എത്ര വൈകിയാലും ചൂടുവെള്ളത്തിൽ കുളി പതിവാണ്. കിടപ്പുമുറിയിലേക്ക് പോയി അലമാര തുറന്ന് കയ്യിലെടുത്ത് വസ്ത്രം മാറി. ഒന്നിനും താല്പര്യം തോന്നിയില്ല. എന്നിട്ടും വേദന അസഹ്യമായിരുന്നതുകൊണ്ട് അല്പം മുക്കൂട്ടെടുത്ത് കയ്യിലൊഴിച്ച് തിരുമ്മി ചൂടാക്കി കാലിൽ തേച്ചു പിടിപ്പിച്ചു. പിന്നെ അടുക്കളയിലേക്ക് പോയി. ഇനി ഭക്ഷണം പാകം ചെയ്ത് വേണം കഴിക്കാൻ. വീട്ടിൽ വയ്ക്കുന്ന ചോറിന് മുളക് മാത്രം കൂട്ടിയാണെങ്കിലും അതാണ് രുചി. എന്നിട്ടും നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഉച്ചഭക്ഷണം ഹോട്ടലിൽ നിന്ന് തന്നെ. അതും മടുത്തു. അരി കഴുകി അടുപ്പത്തിട്ടു. എങ്കിലും കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി പച്ചക്കറിയുടെയും പലവ്യഞ്ജനത്തിൻ്റെയും കൂടകൾ തപ്പി. ഒന്നും കൈപ്പിടിയിലെത്തുന്നില്ല. അതൊക്കെ എവിടെ വെച്ചിരിക്കുന്നു ആവോ? ഇതൊക്കെ എന്നാണ് എൻ്റെ പരിധിയിലെത്തുക? തുടക്കത്തിൽ പണ്ടെങ്ങോ ശീലിച്ചതിൻ്റെ ഒരു ധൈര്യമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മറന്നുപോയിരിക്കുന്നു. ഒന്നിനും കൈവഴങ്ങുന്നില്ല. ഇടയ്ക്ക് മകൾ വരാറുള്ളപ്പോൾ പറയാറുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന്. തണുത്ത് വിറങ്ങലിച്ച ആഹാരം ചൂടാക്കി പിന്നെയും തണുപ്പിച്ച് എങ്ങനെ കഴിക്കാൻ? വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി. തലയിൽ അല്പം എണ്ണ പുരട്ടി ചൂടാക്കിയ വെള്ളം കുളിക്കാനായി കൊണ്ടുവച്ചു. അപ്പോഴേക്കും നിയന്ത്രണം വിട്ട് അയാൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. ഏകാന്തതയെ മറികടക്കാൻ മൂളിപ്പാട്ട് പാടി നോക്കി. ഒന്നും ഫലിക്കുന്നില്ല. ദുഃഖം അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി മനസ്സിലേക്ക് കടന്നു വരികയാണ്. അവളുടെ ഓർമ്മകൾ, സ്നേഹസ്വരം, സാന്ത്വനം, സാമീപ്യം, കൈത്താങ്ങ് എല്ലാം ഒഴുകി ഒഴുകി എത്തുകയാണ്. പിടിച്ചു നിൽപ്പിൻ്റെ എല്ലാ വരമ്പുകളെയും കീറിമുറിച്ചുകൊണ്ട്. കുളിച്ചപ്പോൾ നല്ല വിശപ്പ്. ചെന്നിരുന്നപ്പോൾ ഒന്നും കഴിക്കണമെന്നില്ല. എന്നിട്ടും അല്പം കഴിച്ചു എന്ന് വരുത്താൻ ശ്രമിച്ചു. അന്ന് രാത്രിയും തൻ്റെ തൊട്ടരികിലിരുന്ന് ഭക്ഷണം വിളമ്പിത്തന്ന് മുറ്റത്ത് നട്ട കോവലിൽ കായ്കൾ ഉണ്ടായി വരുന്നതിനെപ്പറ്റി സംസാരിച്ച് അല്പം കൂടി കഴിക്കാൻ നിർബന്ധിച്ച്. രാത്രി വൈകി ഉറങ്ങുമ്പോഴോ രാവിലെ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴോ എന്തെങ്കിലും അസുഖമുള്ളതായി പറഞ്ഞിരുന്നില്ല. പിന്നെ ഇടയ്ക്കെപ്പോഴോ കടയിലേക്ക് അയൽക്കാരിൽ ഒരാൾ ഓടി വന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായും മനസ്സിലാവും മുമ്പ് ഇറങ്ങി ഓടി. ഇവിടെ എത്തിയപ്പോഴേക്കും
3 ദശാബ്ദക്കാലം തൻ്റെ വരവ് മാത്രം കാത്തിരുന്ന ആ മിഴികൾ എന്നേക്കുമായി. നേരം ഇപ്പോൾ ഏറെ വൈകിയിരിക്കുന്നു. എന്നിട്ടും കിടക്കാൻ തോന്നുന്നില്ല. കിടക്കയിലാണ് വല്ലാത്തൊരു ശൂന്യത തനിക്ക് അനുഭവപ്പെടുക. ഒരു നല്ല സാമീപ്യത്തിൻ്റെ ശൂന്യത. അതികാലത്ത് പോയി കട തുറക്കുന്ന പതിവൊക്കെ നിർത്തിയിരിക്കുന്നു. കച്ചവടം ഉപേക്ഷിക്കാൻ പലരും ഉപദേശിച്ചതാണ്. അച്ഛൻ്റെ ആവശ്യങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും ഞാൻ അയച്ചു തരില്ലേ? മകൻ്റെ ചോദ്യം. പിന്നെ ഞാനെന്ത് വേണം? ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നേരം? ടിവിയുടെയും മറ്റു മുമ്പിൽ കുത്തിയിരുന്ന് ശീലമില്ല. പറമ്പിൽ കാര്യമായി ഒന്നും ചെയ്യാനുമില്ല. അല്ലെങ്കിൽ തന്നെ അതിനുള്ള ആരോഗ്യവുമില്ല. കടയിലാണെങ്കിൽ 4 നാട്ടുകാരെ കണ്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന നേരമെങ്കിലും ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാം. എല്ലാം ഒതുക്കിപ്പെറുക്കി വെച്ച് പോയി കിടന്നു. ലൈറ്റ് അണയ്ക്കാൻ എന്തോ അപരിചിതമായൊരു ഭയം തോന്നി. ഇന്നലകളിലെ തൻ്റെ ധൈര്യവും തൻ്റെ ഇടവുമൊക്കെ എവിടെയോ ചോർന്നു പോയതുപോലെ. ജീവിതം ഒരു നിമിഷം കൊണ്ട് ഇത്രയും നിസ്സഹായമായി തീർന്നത് എന്തേ എന്ന് അയാൾ ആലോചിച്ചു നോക്കി. ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത നിമിഷങ്ങളെയാണ് ഇപ്പോൾ അതിജീവിക്കേണ്ടി വന്നിരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു. സാന്ത്വനിപ്പിക്കാനും മത്സരിച്ച് തൻ്റെ കാര്യങ്ങൾ നോക്കാനും. പിന്നെ പിന്നെ എല്ലാവർക്കും തിരക്കുകൾ, സ്കൂൾ, കുട്ടികൾ, ബിസിനസ്, ജോലി. ആരെയാണ് നിർബന്ധിച്ച് തന്നോടൊപ്പം നിർത്തുക? മകന് ഗൾഫിൽ നല്ല ജോലി. അത് ഉപേക്ഷിക്കുന്നത് എങ്ങനെ? അല്ല, അങ്ങനെ പറഞ്ഞാലും താൻ സമ്മതിക്കില്ല. താൻ കാരണം അവൻ്റെ നല്ല ഭാവി പോയെന്ന് പിന്നെ ഒരിക്കൽ ചിന്തിക്കാൻ ഇടവരരുത്. നല്ലൊരു വേലക്കാരൻ പയ്യനെ ഏർപ്പാട് ചെയ്യും. ശമ്പളവും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഇക്കാലത്ത് എവിടെ കിട്ടാൻ? കിട്ടിയാൽ തന്നെ ആരെ വിശ്വസിക്കാൻ പറ്റും? മകൾക്ക് അവളുടെ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്താൻ തന്നെ സമയമില്ല. വല്ലപ്പോഴും ഓടി വരും. ധൃതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. പിന്നെ സ്കൂൾ വിട്ട് കുട്ടികൾ വരാൻ നേരമായി, ഇന്നും കൊയ്ത്തിനാളുണ്ട്, ഇവിടെ വല്യമ്മയ്ക്ക് അത്ര സുഖമില്ല എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അച്ഛനോട് സ്നേഹം അഭിനയിച്ച് അമ്മയുടെ മരണത്തെ ഓർത്ത് വിതുമ്പി വന്ന വേഗത്തിൽ അവൾ മടങ്ങും. പലരും പറഞ്ഞതാണ്, താൻ ഇനിയും ഈ വയസ്സുകാലത്ത്. ആൾക്കാർ കേട്ടാൽ എന്തു പറയും? മക്കൾക്കുണ്ടാകുന്ന ദുഃഖം. ആദ്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ദിവസങ്ങൾ പിന്നിടും തോറും അറിയാതെ തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് സ്വയം നടന്നെടുക്കുന്ന പോലെ. തനിക്കും ഒരു കൈത്താങ്ങ് വേണം. പരിപാലിക്കാൻ ഒരാൾ വേണം. പരിഹസിക്കുന്നവർക്കും പരാതി പറയുന്നവർക്കും അറിയില്ലല്ലോ തൻ്റെ വിഷമങ്ങൾ. ഒരാൾ തനിയെ ഒരു വീട്ടിൽ. അതിൻ്റെ ഭീകരത ആർക്കാണ് ബോധ്യപ്പെടുക? അനുഭവിച്ചവർക്കല്ലാതെ. ന്യായങ്ങൾ നിരത്താനല്ലാതെ തനിക്ക് ഒരു തുണയായിരിക്കാൻ ആർക്കും കഴിയുന്നില്ല. പറയുന്നവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നാലും എൻ്റെ മക്കളെ നിങ്ങൾ. താൻ എന്തോ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് എവിടെ നിന്നോ അറിഞ്ഞ് മകൾ വന്നു. ഒത്തിരി കരഞ്ഞ് വഴക്കുകൂടി. അച്ഛനെ വയസ്സുകാലത്ത് ആരോ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കണ്ണീരിനൊടുവിൽ അവളുടെ വിലയിരുത്തൽ. പിന്നെ ഈ അച്ഛൻ എന്ത് വേണം എന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ അവൾ പോയി. ഇന്ന് മകൻ്റെ ഫോൺ ഉണ്ടായിരുന്നു കടയിലേക്ക്. അവൻ നാട്ടിൽ നിന്ന് ചില വർത്തമാനങ്ങൾ കേട്ടത്രേ. കേട്ടതത്രയും ശരിയാണ് എന്ന് മാത്രം പറഞ്ഞു. അതവന് അപമാനമാണത്രേ. വയസ്സാം കാലത്ത് അച്ഛൻ അടങ്ങിയിരുന്നോളണമെന്നാണ് ശാസനം. അത്രത്തോളം അവൻ വളർന്നു പോയിരിക്കുന്നു. എന്നാലും എൻ്റെ മോനെ, നീ ഈ അച്ഛനെ മനസ്സിലാക്കുന്നില്ലല്ലോ. നീ അറിയുന്നില്ലല്ലോ ഈ വൃദ്ധൻ്റെ നിസ്സഹായ അവസ്ഥകൾ. അച്ഛൻ വേണ്ടാത്തതിനൊക്കെ മുതിർന്നാൽ തനിക്കിങ്ങനെ ഒരു അച്ഛനില്ലെന്ന് കരുതേണ്ടി വരുമെന്ന് മകൻ്റെ അവസാന താക്കീത്. പുറമേ കാണിക്കുന്ന കരുത്തിൻ്റെ എല്ലാ മൂടുപടങ്ങളും കിടക്കയിലെ ഏകാന്തതയിൽ അഴിഞ്ഞു വീണു. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എല്ലാ കരച്ചിലും വിങ്ങി പുറത്തു വന്നുകൊണ്ടിരുന്നു. കരച്ചിൽ ഒതുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാഴായിപ്പോയതേയുള്ളൂ. അയാളുടെ തേങ്ങൽ കനത്ത ഏകാന്തതയിൽ അനാഥമായി അലയടിച്ചുകൊണ്ടിരുന്നു. നന്ദി.